ഈ വിദ്വേഷ പ്രസ്താവനകൾ കൊണ്ട് നമ്മുടെ അന്തരീക്ഷമാകെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല നിലക്കും. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ, ഒരു പ്രദേശത്തെ, അവിടുത്തെ ജനങ്ങളെ വംശീയമായി തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് തന്നെ മുന്നോട്ട് വരികയാണ്. അതിന് സമ്മിശ്രമായ പ്രതികരണം കിട്ടാൻ വരെ അവർക്ക് സ്വാധീനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഒരു സ്വരത്തിൽ, ഏകസ്വരത്തിൽ എതിർത്ത് തള്ളിക്കളയേണ്ട അത്തരം കാര്യങ്ങൾ ചിലരെങ്കിലും പേടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ മൗനമായി അല്ലെങ്കിൽ അതിനോട് മൗനം പാലിക്കുന്നു, ഇൻഡയറക്റ്റായി അതിനെ വാഴ്ത്തുന്നു, ആ വ്യക്തിത്വത്തെ വാഴ്ത്തുന്നു. നമ്മൾ വിഷയങ്ങളായിട്ടാണ് കാണുന്നത്, ഏതെങ്കിലും വ്യക്തികളല്ല നമ്മുടെ സംഭാഷണത്തിന് വിധേയം. അപ്പോൾ തീർച്ചയായിട്ടും മലപ്പുറത്തെ പ്രദേശത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചായാലും ഒക്കെ, ഇവിടുത്തെ ജനങ്ങളൊക്കെ ജീവിച്ച് വരുന്നതിൻ്റെ ഒരു മാതൃക ജീവിച്ച് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഗൂഢാലോചന തിയറി അതിന് വേണ്ടതില്ല, അതിനുവേണ്ടി ഡോക്യുമെൻ്ററി പ്രത്യേകിച്ച് എടുക്കേണ്ടതില്ല, അതിനുവേണ്ടി സിനിമ എടുക്കേണ്ടതില്ല. കേരളം എന്താണെന്ന് നോർത്ത് ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചനയിൽ എടുത്ത സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത്, കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയ ശേഷമുള്ള അവിടെ ആളുകളുടെ പ്രതികരണത്തെ, അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചൊക്കെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അവർക്കുള്ള മുൻവിധി അത് കുറച്ചുകൂടി ആക്കം കൂട്ടാനാണ് അതിനോടൊക്കെ ശ്രമിച്ചത്. അത്തരം ഒന്നും മലപ്പുറത്തെക്കുറിച്ച് ആവശ്യമില്ല. കാരണം മലപ്പുറത്ത് ജീവിക്കുന്ന, ഇടകലർന്ന് ജീവിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ, വ്യത്യസ്ത മനുഷ്യർ തന്നെ അതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മളൊരു പരിധിക്കപ്പുറം കണക്കാക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ഒരു ചരിത്രവും ആ ജനതയുമാണ് അതിന് ഉത്തരം പറയേണ്ടത്. അത് ആ അർത്ഥത്തിൽ അവർ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്.